നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് നൽകിയ പ്രതിസന്ധികൾ മറികടന്ന് ദുബായ് എക്സ്പോ കുതിക്കുകയാണ്. കാണാ കാഴ്ചകൾ കൺമുന്നിൽ കൊണ്ടെത്തിച്ച് ഒരു ലോകം തന്നെയാണ് അധികൃതർ അവിടെ ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ സാധാരണക്കാരായ പ്രവാസികൾക്കും എക്സ്പോ കാണാൻ വമ്പൻ അവസരമാണ് ദുബായ് ഒരുക്കുന്നത്. എക്സ്പോ 2020 ഞായറാഴ്ച 10 ദിർഹമിന് പ്രവേശനം അനുവദിക്കും. ഞായറാഴ്ച എക്സ്പോയിൽ ഏകദേശം 1 കോടി സന്ദർശകർ എത്തുമെന്നാണ് കണക്ക്. ഇതിന്റെ ഭാഗമായി എക്സ്പോ ആഘോഷിക്കാനാണ് 10 ദിർഹമിന് ടിക്കറ്റ് നൽകുന്നത്. കഴിഞ്ഞ ആഴ്ച ഇത് 90 ലക്ഷം കവിഞ്ഞിരുന്നു. 1 കോടി സന്ദർശകർ എത്തുന്നതിന്റെ ആഘോഷവും ഞായറാഴ്ച നടക്കും. അതേസമയം 6 മാസം കൊണ്ട് 2 കോടി സന്ദർശകരെയാണ് ദുബായ് എക്സ്പോ പ്രതീക്ഷിക്കുന്നത്. ജനുവരി 16-നാണ് എക്സ്പോ സന്ദർശിക്കാൻ എത്തുന്നവർക്ക് 10 ദിർഹത്തിന് പ്രവേശന ടിക്കറ്റ് ലഭിക്കുന്നത്. നിരവധി പരിപാടികളാണ് ഈ ദിവസം എക്സ്പോയിൽ നടക്കുക. ജനുവരി 16-ന് വേണ്ടിയുള്ള ടിക്കറ്റുകൾ വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണി മുതൽ കൊടുത്തു തുടങ്ങുന്നതായിരിക്കും. അല്ലെങ്കിൽ എക്സ്പോ ഗേറ്റുകളിലും ഞായറാഴ്ചയ്ക്കുള്ള ടിക്കറ്റുകൾ ലഭിക്കും. സീസൺ പാസ് ഉള്ളവർക്ക് നേരിട്ട് തന്നെ പ്രവേശിക്കാവുന്നതാണ്. എക്സ്പോ കാണാനെത്തുമ്പോൾ ചില കോവിഡ് നിയന്ത്രണങ്ങളും പാലിക്കണം. 2 ഡോസ് കോവിഡ് വാക്സിൻ സ്വീകരിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 72 മണിക്കൂറിനിടെ നടത്തിയ കോവിഡ് PCR പരിശോധനയുടെ നെഗറ്റീവ് ഫലം എന്നിവ കൈവശം ഉണ്ടായിരിക്കണം. UAE-യിൽ പലയിടത്തും കോവിഡ് PCR പരിശോധന സൗജന്യമായി തന്നെ നടത്തുകയാണ്. ഇവിടെ നിന്നും കോവിഡ് പരിശോധന നടത്തിയാൽ മതിയാകും. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് ചില വിനോദ പരിപാടികളും ഉണ്ടാകുമെന്നാണ് വിവരം. എന്നും ഓർക്കാൻ പാകത്തിന് ഈ ദിവസത്തെ മാറ്റുകയെന്നാണ് അധികൃതരുടെ ലക്ഷ്യം. പരമ്പരാഗത കൊറിയൻ കലാ പ്രദർശനങ്ങളും ജൂബിലി സ്റ്റേജിൽ സംഗീത നിശയും ഉണ്ടാകും. എക്സ്പോ സൈറ്റുകൾ വഴിയും എക്സ്പോയിലെ വേദിയിലും ടിക്കറ്റ് ലഭിക്കും. വാക്സിൻ എടുക്കാത്തവർ 72 മണിക്കൂറിനുള്ളിൽ എടുത്ത PCR ഫലം ഹാജരാക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്നാൽ കൊറിയയുടെ ദേശീയ ദിനാഘോഷവും ഞായറാഴ്ചയാണ്. എന്നാൽ കോവിഡ് സ്ഥിതിയും രൂക്ഷമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. UAE-യിൽ പുതിയ കോവിഡ് കേസുകൾ 3000 കടന്നു. ഇന്ന് 3068 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിന്റെ ചികിത്സയിലായിരുന്ന 1226 പേരാണ് രോഗമുക്തരായത്. രാജ്യത്ത് കോവിഡ് ബാധിച്ചു 3 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നടത്തിയ 4,24,861 കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ 7,99,065 പേർക്ക് UAE-യിൽ കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ 7,88,031 പേർ ഇതിനോടകം തന്നെ രോഗമുക്തരായി. 2,285 പേരാണ് രാജ്യത്ത് ആകെ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത്. നിലവിൽ രാജ്യത്ത് 38,849 കോവിഡ് രോഗികളാണ് ചികിത്സയിൽ കഴിയുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.